സോ വെബ് ആപ്പിൽ വന്നു കഴിയുമ്പോൾ ഫ്ലാസ്ക് ആൻഡ് സ്ട്രീംലിറ്റ് വെച്ചിട്ട് നമ്മൾ ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് APIs ആയിട്ടും ഈ ഒരു നമ്മൾ ട്രെയിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത മോഡൽസിന് സെർവ് ചെയ്യാൻ സാധിക്കും. സോ അവിടെ നമുക്ക് യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ജസ്റ്റ് ഒരു HTTP റിക്വസ്റ്റ്, ഒരു API കോൾ ആയിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഇൻപുട്ട് ഡേറ്റയെ പാസ് ചെയ്യുന്നത്. ഈ ഇൻപുട്ട് ഡേറ്റ റെസ്പെക്റ്റീവ് ആ ഒരു സെർവറിൽ പോയി അവിടെ ഈ പറയുന്ന മോഡലിൽ നിന്നുള്ള ഇൻപുട്ട് പ്രൊഡിക്ഷൻസ് എടുത്തതിന് ശേഷം അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് തിരിച്ച് ഇതുപോലെ തന്നെ തരികയായിരിക്കും ചെയ്യുന്നത്. സോ API കോൾസ് എന്ന് പറയുന്ന ഐഡിയ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. സോ അതൊരു എന്താണ് API സർവീസ് ആയിട്ട് നമുക്കതിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോട്ട് ഓൺലി ഫോർ വെബ് ആപ്പ്, പല ഡിവൈസസിനും അത് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഒരു API കോൾ വഴി ഇപ്പോൾ ഒരു സ്മാർട്ട് വാച്ച് ഇതിനെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിനെ യൂസ് ചെയ്യണമെങ്കിൽ അതിന് ചെയ്യാം, ഒരു മൊബൈൽ ആപ്പിലോട്ട് നമുക്ക് അതിന്റെ ഡേറ്റനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, സോ API ആയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ അതിനായിട്ട് നമ്മൾ ഫാസ്റ്റ് API എന്ന് പറയുന്ന ലൈബ്രറിയാണ് യൂസ് ചെയ്യേണ്ടത്. സോ അതിന്റെ ഒരു കോഡ് എക്സാമ്പിൾ. ഓക്കെ, സോ ഇതിന്റെ കാര്യത്തിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിളിൽ നിന്ന് നമുക്കത് തുടങ്ങാം. സോ ഈ ഒരു ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് ആക്ച്വലി അതിന്റെ ലൈക്ക് ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും സെറ്റപ്പ് അറിയാൻ പറ്റും. സോ ഫാസ്റ്റ് APIക്ക് വേണ്ടിയിട്ട് നമുക്ക് ലൈക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് നമുക്ക് പിപ്പ് ഇൻസ്റ്റാൾ ഫാസ്റ്റ് API സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലൈബ്രറിയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആണ്. സോ ആ ഒരു സ്റ്റെപ്പ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെയും ഞാനൊരു ലൈക്ക് ഒരു PNG ഒക്കെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷമാണ് ആ ഒരു ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുള്ളത്. ദെൻ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ ബേസിക്കലി ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു API ക്രിയേറ്റ് ചെയ്യുവാണ്. ആ APIയിൽ വേറെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടൊരു ഹലോ വേൾഡ് മെസ്സേജ് ആ API കോളിലോട്ട് നമുക്ക് പോകുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ ഇതിൽ വരുന്നത്. സോ അത് ചെയ്യാനായിട്ട് ജസ്റ്റ് ഞാൻ എൻ്റെ മെയിൻ സ്ക്രിപ്റ്റിൽ നമുക്ക് ഇത്രയാണ് വേണ്ടത്. ലൈക്ക് ഫ്രം ഫാസ്റ്റ് API ഒരു ഫസ്റ്റ് API എന്ന് പറയുന്ന ഒരു ക്ലാസ് ഇമ്പോർട്ട് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു. ദെൻ ഒരു ഹോം പേജിൽ എനിക്ക് ഒരു JSON സ്ട്രിംഗ് ആയിട്ട് ഒരു മെസ്സേജ് വരണം. ലൈക്ക് മെസ്സേജ് എന്ന് പറയുന്നത് കീ ആയിട്ടും ഹലോ വേൾഡ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ആയിട്ടും. ഓക്കെ, സോ ഇത് ആക്ച്വലി റൺ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കമാൻഡാണ് കൊടുക്കേണ്ടത്. ഫാസ്റ്റ് API dev എന്താണോ നമ്മുടെ സ്ക്രിപ്റ്റിന്റെ പേര്, ആ സ്ക്രിപ്റ്റിന്റെ പേര് കൊടുക്കുക. സോ ഞാൻ ഇത് റൺ ചെയ്യുവാണ്. ഓക്കെ, റൺ ചെയ്യുമ്പോൾ എനിക്ക് നേരത്തെ നമ്മൾ ലൈക്ക് ഫ്ലാസ്കിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ സ്ട്രീംലിറ്റിന്റെ കാര്യത്തിലും കിട്ടിയതുപോലെ തന്നെ എനിക്ക് ഇതൊരു വെബ് സെർവർ ഇവിടെ റണ്ണിങ് ആവും. ഈ വെബ് സെർവറിൽ ഇവിടെ ഒരു URL തന്നിട്ടുണ്ടാവും. ഈ URL പോയാൽ എനിക്ക് ബേസിക്കലി ഒന്നുമില്ല, ആ ഒരു പ്രിന്റ് മെസ്സേജ് മാത്രമായിരിക്കും കാണുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത APIയുടെ ഡോക്യുമെന്റേഷൻ നമുക്ക് ഇങ്ങനെ ഒരു ഫാസ്റ്റ് APIയുടെ തന്നെ ഫീച്ചർ ആയിട്ടുള്ള ഈ ഒരു URL പോയാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇത് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ബേസിക്കലി ഇത് APIയുടെ ഒരു ഡോക്യുമെന്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. സോ ഇതിൽ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ബേസിക് യൂസേജ് ഇത് കാണാൻ പറ്റും. സോ 200 എന്ന് പറയുന്ന കോഡ് നമ്മളൊരു ഇന്റർനെറ്റിലൂടെ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആകുമ്പോൾ തിരിച്ചു കിട്ടുന്ന റിട്ടേൺ കോഡാണ്. സോ അതിന്റെ ബേസിക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ടാവും. ഇവിടെ ട്രൈ ഔട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എക്സിക്യൂട്ട് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ശരിക്കും ഈ ഒരു API കോളിൽ നമ്മൾ ഇൻപുട്ട് ആയിട്ട് ഒന്നും കൊടുക്കുന്നില്ല, സിമ്പിളി ആ ഒരു APIയിലോട്ട് ഒരു കോള് മാത്രമേ പോകുന്നുള്ളൂ. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് ലൈക്ക് ഇതുപോലൊരു മെസ്സേജ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ ഇത് രണ്ട് രീതിയിൽ ഇപ്പോൾ കമാൻഡ് ലൈനിലൊക്കെ നിങ്ങൾ ഈ പറയുന്ന API കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കമാൻഡ് എന്ന് പറയുന്ന ഈ ഒരു കേൾ എന്ന് പറയുന്ന കമാൻഡ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു JSON സ്ട്രിംഗ് ആയിരിക്കും റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത്. അതല്ല നിങ്ങൾ URL വിസിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ ഒരു URL വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. നമ്മൾ ജസ്റ്റ് നേരത്തെ തന്നെ നമ്മൾ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് നമുക്ക് ആ ഒരു സ്ട്രിംഗ് മെസ്സേജ് ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇത് ഒരു ഫസ്റ്റ് ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ.
ദെൻ സെർവർ ആക്സസ് ചെയ്യാനും ഡോക്യുമെന്റേഷൻ ആക്സസ് ചെയ്യാനുള്ള ലിങ്ക് ഇതിൽ വരും. സോ നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഒന്ന് ലൈക്ക് കുറച്ചും കൂടെ സ്ലൈറ്റ്ലി കോംപ്ലക്സിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിംപിളി ഒരു URL-ലോട്ടല്ല, അതിൻ്റെ അകത്തെ ഒരു സബ് പേജിലോട്ട് പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ID, ആ ID നമുക്ക് തിരിച്ചു തരുന്ന രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ ബേസിക്കലി ഞാൻ ആ ഒരു ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ ഇവിടെ യൂണിയൻ എന്ന് പറഞ്ഞ പുതിയൊരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ ഇവിടെ ഈ ഫംഗ്ഷനിൽ നമ്മൾ എന്താണോ ഈ ഐറ്റം ID കൊടുക്കുന്നത്, ആ ഐറ്റം ID ദെൻ നമ്മൾ അതുപോലെ ക്യൂ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും, ഇത് രണ്ടുമാണ് തിരിച്ച് നമുക്ക് JSON സ്ട്രിംഗ് ആയിട്ട് കിട്ടുന്നത്. വെറുതെ മെസ്സേജ് ഹലോ വേൾഡ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആയിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്നത് ഈ ഒരു കേസിൽ. സോ നമുക്ക് ഒന്നുകൂടെ അതിന്റെ അതിലോട്ട് പോയി നോക്കാം. സോ സ്റ്റിൽ അത് റണ്ണിങ് ആണ്. സോ ഞാനിത് റിഫ്രഷ് ചെയ്തിട്ട് ഈ ഒരു ഡോക്യുമെന്റേഷനിൽ പോകുമ്പോൾ എനിക്ക് സിമ്പിൾ ആയിട്ട് ഇതുപോലൊരു ടെക്സ്റ്റ് ബോക്സ് വരും. ഓക്കെ, ഇവിടെ തന്നെ എനിക്കിത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റും. സോ ഞാൻ ഐറ്റം ID ആൻഡ് ക്യൂ, ഇത് രണ്ടുമാണ് എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ ഇത് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്നു. സോ ഇവിടെ ഞാൻ ഐറ്റം IDക്ക് പകരം 4 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, സ്ട്രിങ്ങിന് പകരം ഹലോ എന്ന് പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് ഞാൻ എക്സിക്യൂട്ട് കൊടുക്കുമ്പോൾ സോ ആക്ച്വലി ഇവിടെ എനിക്ക് ആ ഒരു JSON സ്ട്രിംഗ് അല്ലെങ്കിൽ ഡിക്ഷണറി വാല്യൂ തിരിച്ചു കിട്ടുന്നു. ഐറ്റം ID എന്ന് പറയുന്നത് ഞാൻ കൊടുത്ത വാല്യൂ, അതുപോലെ ക്യൂ എന്ന് പറയുന്നത് ഞാൻ കൊടുത്ത സ്ട്രിംഗ്. ഇതൊരു ന്യൂമറിക് ആയിട്ടും ഇതൊരു സ്ട്രിംഗ് ആയിട്ടാണ് കിട്ടുന്നത്. ഇതേ കാര്യം നമുക്ക് ഒരു HTTP റിക്വസ്റ്റ് വഴി നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ചെയ്യാൻ പറ്റും. ലൈക്ക് ഈ ഒരു HTTP-ലോട്ടായിരിക്കണം നമ്മൾ ആ റിക്വസ്റ്റ് കൊടുക്കേണ്ടത്. ഇതിൽ ഫസ്റ്റ് കൊടുക്കുന്നത് എൻ്റെ ഐറ്റം ID, ക്യൂ എന്ന് കൊടുക്കുന്നത് എൻ്റെ റെസ്പോൺസ് മീൻസ് ലൈക്ക് എൻ്റെ സ്ട്രിംഗ് ആയിരിക്കണം. സോ അത് ഞാൻ ക്ലിക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഐറ്റം IDയുടെ പൊസിഷനിൽ ഇവിടെ കൊടുത്ത 4 എന്ന് പറഞ്ഞ വാല്യൂ, ക്യൂവിൻ്റെ അവിടെയായിട്ട് എനിക്ക് കൊടുത്ത സ്ട്രിംഗും കിട്ടും. അതിന് പകരം ഞാനിപ്പോൾ ക്യൂവിന് പകരം DSA എന്ന് കൊടുത്താൽ ആൻഡ് ഇവിടെ ലൈക്ക് 2025 എന്ന് കൊടുത്താൽ സോ സം ക്യാരക്ടർ, സോ ബേസിക്കലി അതായിരിക്കും എനിക്ക് തിരിച്ചെടുക്കുന്നത് ആ കൊടുത്ത ഐറ്റം ID ദെൻ DSA. സോ ഇതിൽ ആക്ച്വലി സിമ്പിൾ ആയിട്ടൊന്നുമില്ല, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് തന്നെ തിരിച്ച് നമുക്ക് റെസ്പോൺസ് ആയിട്ട് തിരിച്ചു തരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഈ ഒരു എക്സാമ്പിളിൽ വരുന്നത്. അതുപോലെ തന്നെ ഇത് കമാൻഡ് ലൈനിൽ എക്സിക്യൂട്ട് ചെയ്താലും സെയിം അതായിരിക്കും കിട്ടുന്നത്. ഇവിടെയും നമ്മൾ ഐറ്റം ID നമ്മുടെ ക്യൂ സ്ട്രിംഗ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്, അതായിരിക്കും തിരിച്ചു തരുന്നത്. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ API എന്ന് പറയുന്ന യൂസേജ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് നമുക്ക് ഒരു സം ഓപ്പറേഷൻ, നമുക്കൊരു ഡേറ്റ ഓർ സം ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്, നമുക്കത് പ്രോസസ് ചെയ്ത് തിരിച്ചു തരുന്ന ഒരു സർവീസ് ആണ് API എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് പല രീതിയിലുള്ളതാവാം. അതായത് ഇപ്പൊ ചിലപ്പം പാസ്റ്റ് 10 ഡേയ്സിലെ വെതർ ഡേറ്റ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ടുമോറോ, നാളത്തെ ടെമ്പറേച്ചർ പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി പ്രഡിക്ഷൻ ആയിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നമ്മളിപ്പോൾ ചെയ്തത് സിമ്പിളി ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, ആ ഇൻപുട്ട് തന്നെ തിരിച്ചു വരുന്ന രീതിയിലാണ് ചെയ്തത്. നമ്മൾ ഗ്രാജുവലി ആ ഒരു പ്രോഗ്രഷൻ കോംപ്ലക്സിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിളിൽ നമുക്ക് ലൈക്ക് നമുക്ക് ആ ഫംഗ്ഷൻ എഴുതാം, എന്ത് നമ്മുടെ ഡേറ്റേനെ ഇൻപുട്ടായിട്ട് വരുന്ന ഡേറ്റേനെ എന്ത് ചെയ്തിട്ട് തിരിച്ച് എന്ത് വരണം എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ആക്ച്വലി എഴുതാൻ സാധിക്കും. സോ ഈ ഒരു എക്സാമ്പിളിൽ സിമ്പിൾ ആയിട്ട് നമ്മളൊരു സ്ട്രിങ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിനെ ലോവർ കേസ് ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി അപ്പർ കേസ് ആക്കി തിരിച്ചു വരുന്ന ഒരു ഫംഗ്ഷനാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു API ചെയ്യുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ടെക്സ്റ്റിനെ അപ്പർ കേസ് ആക്കി തിരിച്ചു തരും. അതിനുള്ള ഫംഗ്ഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ആ കോഡ് റീപ്ലേസ് ചെയ്യുവാണ് വിത്ത് ഈ പുതിയ കോഡ്. ഓക്കെ, ഇവിടെ യൂണിയന്റെ ആവശ്യമില്ല. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്ന ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ ആണ്. സോ ഒറിജിനൽ ഈക്വൽ ടു ആ ടെക്സ്റ്റും അതുപോലെ അപ്പർ എന്ന് പറയുന്ന കീയുടെ ഇക്വലിന്റെ പെയർ വാല്യൂ ആയിട്ട് ആ ടെക്സ്റ്റ് ഡോട്ട് അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തിട്ടാണ് നമുക്ക് തരുന്നത്. സോ നൗ ഞാനിതിന്റെ ഈ ഒരു ഡോക്യുമെന്റേഷനിൽ പോയതിനു ശേഷം നോക്കുമ്പോൾ ഇവിടെ ഒരു ടു അപ്പർ എന്ന് പറഞ്ഞ ഒരു ടാബില് ഓർ URL സംതിങ് ഈസ് ദയർ.
സോ ഇവിടെ ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഔട്ട്പുട്ട് സം സ്ട്രിംഗ് വാല്യൂ ആയിരിക്കും വരുന്നതെന്നും അവിടെ പറയുന്നുണ്ട്. ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു രീതിയിൽ കൊടുക്കാൻ സാധിക്കും. ഫ്രം ഇത്രയും കൊടുത്ത ശേഷം ഇതൊരു സ്ട്രിംഗ് ഞാൻ ലോവർ കേസിൽ കൊടുത്തു. എക്സിക്യൂട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് ഒറിജിനൽ എന്ന് പറയുന്ന കീയുടെ ഒപ്പം ആ ഒറിജിനൽ നമ്മൾ കൊടുത്ത ഇൻപുട്ടും അപ്പർ എന്ന് പറയുന്ന കീയുടെ ഒപ്പം നമ്മൾ കൊടുത്ത ഇതിനെ അപ്പർ കേസ് ആക്കി തിരിച്ചു തന്നു. സെയിം തിങ് നമ്മളിവിടെ ഈ URL വഴി റിക്വസ്റ്റ് ചെയ്താൽ നമുക്ക് തിരിച്ചു കിട്ടും. സോ ഈ ഒരു റെസ്പോൺസ് ആയിട്ട് നമുക്ക് നമ്മൾ കൊടുത്ത ഇൻപുട്ട് ദെൻ അതിനെ അപ്പർ കേസ് ആക്കി ഔട്ട്പുട്ട് നമുക്ക് തിരിച്ച് ഈ മോഡൽ തരുന്നു. അതേ ഓപ്പറേഷൻ തന്നെ കേൾ നമ്മൾ കമാൻഡ് ലൈനിൽ ചെയ്താലും സെയിം റിസൾട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഓക്കെ, സോ ഫാസ്റ്റ് API ലൈബ്രറി വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് API ഡിസൈനിങ്, ഇങ്ങനെ APIs നമുക്ക് ഡിസൈൻ ചെയ്യാം. അതിന്റെ ഏറ്റവും വെരി ബേസിക് ആയിട്ടുള്ള 2-3 എക്സാമ്പിൾസ് ആണ് നമ്മൾ കണ്ടത്. ലൈക്ക് സിമ്പിൾ ആയിട്ട് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നത്, സിമ്പിൾ ആയിട്ട് നമ്മൾ കൊടുത്ത ഡേറ്റ തന്നെ തിരിച്ചു തരുന്നത്, സിമ്പിൾ ആയിട്ട് നമ്മൾ കൊടുത്ത ഡേറ്റേനെ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിനെ അപ്പർ കേസ് ആക്കി തിരിച്ചു തരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു API നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു URL അല്ലെങ്കിൽ ഈ ഒരു അതിന്റെ ഒരു യൂസേജ് വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ സ്ട്രിങ് ഇതുപോലെ കൺവേർട്ട് ചെയ്ത് അപ്പർ കേസിലാക്കാൻ സാധിക്കും. സോ സപ്പോസ് ഇതൊരു ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ സ്റ്റിൽ യു വിൽ ഗെറ്റ് ദ സെയിം ലൈക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം തന്നെയാണ്, കാരണം ഓൾറെഡി ഇൻപുട്ട് ക്യാപിറ്റൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു 3 എക്സാമ്പിളിൽ നമ്മൾ മെഷീൻ ലേണിംഗോ അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് മോഡലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. സിമ്പിൾ ആയിട്ട് ഒരു ഇൻപുട്ട് എടുക്കുന്നു, ആ ഇൻപുട്ടിന് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്നു, ഡയറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് ആയിട്ട് തന്നെ കൊടുക്കുന്നു, അല്ലെങ്കിൽ സം മോഡിഫിക്കേഷൻ, ഒരു മൈനർ മോഡിഫിക്കേഷൻ കൊടുത്തിട്ട് ഔട്ട്പുട്ട് ആയിട്ട് തിരിച്ചു തരുന്നു. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ യൂസർ ഇന്റർഫേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ HTTP റിക്വസ്റ്റ് ആയിട്ട് ആ ഡേറ്റനെ നമ്മൾ കൊടുക്കുന്നു, തിരിച്ച് ആ ഡേറ്റനെ ട്രാൻസ്ഫോം ചെയ്ത് അല്ലെങ്കിൽ സം ഓപ്പറേഷൻ ചെയ്ത ഔട്ട്പുട്ടിനെ നമുക്ക് തിരിച്ചു തന്നെ ഒരു HTTP റിക്വസ്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ട് തന്നെ തിരിച്ചു തരുന്നു. ഓക്കെ,